ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്നതാണ് നേതൃത്വത്തിൻ്റെ യഥാർത്ഥ പരിശോധന. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമാകാം. ഏതു പ്രശ്നം മുമ്പിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയവഴിയിലാണ്. നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചു. എഴുന്നേറ്റ് നിന്ന് പരിവേഷണം ചെയ്യുക, കാരണം ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല. ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാകാമെന്ന ചിന്തയാണ് വേണ്ടത്. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. സ്ഥാനങ്ങളല്ല നിങ്ങളെ ഒരു മികച്ച ലീഡറാക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. തോൽവി ഒരിക്കലും ഒരു അവസാനമല്ല, അത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. വിജയം നിങ്ങളെ തേടിയെത്തും. അവർ നിങ്ങൾക്ക് ശൂന്യമായ വാഗ്ദാനങ്ങളും തെറ്റായ പ്രതീക്ഷകളും നൽകി, പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവയിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് മികച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൻ്റെ 6 തത്വങ്ങൾ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുക, സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കുക, ചിലവഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സമ്പാദിക്കുക, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രമിക്കുക, മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിക്കുക. പ്രചോദനമുള്ളപ്പോൾ നഷ്ടപ്പെടുന്നത് നാണക്കേടായി കണക്കാക്കില്ല. ഇത് തിളക്കമുള്ള ഭാഗത്തേക്കുള്ള നിങ്ങളുടെ ചെറിയ ചുവടാണ്. ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. നമുക്ക് മിണ്ടാൻ മടിയുള്ളവരുടെ മുന്നിൽ മാത്രമാണ് നമ്മൾ തിരക്കഭിനയിക്കുന്നതും നേരമില്ലെന്ന് ന്യായം പറയുന്നതും. നമ്മൾ മിണ്ടാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ നമ്മൾ എത്ര തിരക്കിലായാലും അവർക്ക് വേണ്ടി എന്നും നേരം കണ്ടെത്തിയിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്, സമയമാക്കുമ്പോൾ അത് സംഭവിക്കും. ക്ഷമയോടെ ഇരിക്കുക, ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്ക് എത്തും. വിഡ്ഢികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടമയാണെന്നും നിങ്ങൾ അത് തുടരണമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ. നിങ്ങളുടെ മൂല്യമൊന്നും അവർ ഒരിക്കലും വില കൽപ്പിക്കുന്നില്ല. അവർ വടക്കുനോക്കി യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കൂ. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടിയതുപോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെയുണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ല. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. മുഖത്തു പുഞ്ചിരിയും ഉള്ളിൽ വിഷവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളുമുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങൾ, ബലഹീനതകൾ, ചെറിയ തെറ്റുകൾ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഇവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാൻ ചിലർക്ക് നല്ല കാഴ്ചയാണ്, എന്നാൽ സ്വന്തം തെറ്റുകൾ കാണുമ്പോൾ അവർക്ക് വർണ്ണാന്തത ബാധിച്ചവരായിരിക്കും. വ്യാജനായ ഒരു മനുഷ്യന് എത്ര പേരോട് വേണമെങ്കിലും ഒരേപോലെ ഇടപെടാൻ കഴിയും, എന്നാൽ ഒരു യഥാർത്ഥ മനുഷ്യന് മറ്റുള്ളവരുടെ നിലവാരമനുസരിച്ച് മാത്രമേ ഇടപെടാൻ കഴിയൂ. വിജയികളുടെ കഥകൾ വായിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിജയയുടെ കഥകൾ വായിക്കരുത്, അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക, നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനവും ലഭിക്കും. സ്നേഹവും സൗഹൃദവുമായി ചിലരൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അവരൊന്നും നമ്മുടെ ഭാവിയിൽ ഉണ്ടാകണമെന്നില്ല, എന്നാൽ അവരൊക്കെ ജീവിതത്തിലെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ച് കടന്നു പോകുന്നവരാണ്.